ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ. കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ഇടാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ മാക്സ് ഗ്യാതറിങ്ങിന് ഒരു പ്രത്യേക ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഇൻഷാ അല്ലാഹ് നമ്മളൊരു കുടുംബമായി വന്ന് എല്ലാം രാവിലെ എല്ലാ പ്രയാസങ്ങൾക്കൊടുവിൽ വന്നുകൂടി ഒത്തുകൂടി അടുത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടി ആക്കി ഇൻഷാ അല്ലാഹ് ഉഷാറായി പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ എന്താ വെച്ചാല് എല്ലാവരും കൃത്യമായി വരിക, അവനവൻ്റെ ആരോഗ്യം നിലനിർത്തുക. അത് ഓരോരുത്തരും എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഒരുപാട് കസർത്തുകൾ നടത്തിയിട്ടാണ് അവസാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരിക, എല്ലാവരും അവനവൻ്റെ ആരോഗ്യം നോക്കുക. ഞാൻ പിന്നെ നവംബർ 17 മുതൽ മിക്കവാറും വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ മകൻ്റെ അടുത്ത് പോകും. നമ്മളെ മെഗാമെക്സോന്റെ അന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറെ പേർക്ക് കപ്പ് കിട്ടാതിരുന്നിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമായിട്ട് എല്ലാവരോടും സോറി പറയാണ്. കാരണം അന്നേ ദിവസം നമുക്ക് വിചാരിച്ച പിന്നെ കപ്പ് കിട്ടാതിരുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ഒഴിവാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് നമ്മൾ എന്തായാലും അവർ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പൊ അതും ഇവിടെ വെച്ചു. സൗദ കാണാതെ കൂട്ടി ചേർത്താൻ പേടിച്ചിട്ട് അങ്ങോട്ടും മാക്സോനെ പറ്റിയിട്ട് എന്താ ഒരു സംഭവമാണ്. മാക്സോൻ അതിരാവിലെ നീച്ച് വരിക എന്നുള്ള ആരോഗ്യത്തിന് നല്ല ഗുണമാണ്. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് മാക്സോൻ വന്നിട്ടുള്ള? മാക്സോൻ നല്ല പരിപാടിയാണ്. നല്ല എല്ലാവർക്കും നല്ല ആരോഗ്യമായിട്ട് മുന്നോട്ട് പോയിരിക്കട്ടെ. ടീച്ചർക്ക് എന്താ പറയാ? മാക്സോൻ കൊണ്ട് നല്ല എങ്ങനെയുണ്ട് മാക്സോനെ പറ്റിയിട്ട്? സൂപ്പറാണ്. എനിക്ക് ഇവിടെ ആദ്യം ഒരു കഴിവേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ വന്നിട്ട് ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജിയാണ്. ഒരു ദിവസം വന്നില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ദിവസം വരാം. താങ്ക് യു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മാക്സോനെ പറ്റി? ബ്രീത്ത് എടുക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, ശ്വാസം മുട്ടിന്. അപ്പോൾ അതുകൊണ്ട് ദിവസം വരും. പറയാനുള്ളത് നല്ല മാറ്റങ്ങളാണ് ഒക്കെ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ 5 കിലോ കുറഞ്ഞിക്കും. എൻ്റെ കൈ ഇങ്ങനെ പൊന്തിയില്ല, അങ്ങനെ ബാക്കൊക്കെ പോയില്ല. അപ്പോൾ ബാക്കൊക്കെ പോകും. മാറ്റങ്ങളുണ്ട്, വേദനകൾക്കൊക്കെ നല്ല മാറ്റങ്ങളാണ്. എന്താ മാക്സോനെ പറ്റി പറയാനുള്ളത്? സന്തോഷമുള്ളൂ. മാക്സോന് വന്നിട്ട് എന്താ നിങ്ങൾ മാറ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ? മാറ്റങ്ങളുണ്ട്. ഈ കൂട്ടായ്മനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് മനസ്സിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പിന്നെ പുലർക്കാല വേള എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുക വന്ന് വെച്ച് അതന്നെ മാനസികമായ ശാരീരികമായ സുഖമാണ്. ഉന്മേഷമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയാനുള്ളത്? സൂപ്പറാണ്. ഇപ്പോൾ എത്ര കൂടുതൽ നടക്കാൻ പറ്റും? അത് സൂപ്പറല്ലേ സൂപ്പറാണ്. എന്താ മാറ്റങ്ങള് പറയല്ല. നല്ല മാറ്റം വന്നതിന് ശേഷം മാറ്റം തന്നെ. ഇവര് പാണമ്പിന്ന് വരുന്നവരാണ്, പാണമ്പിക്കാരാണ് ഇവര് 3 പേരും. രാവിലെ ഇവിടെ എത്തുക, കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തുക. അവര് എന്താ പറയാ? നിങ്ങൾക്ക് കപ്പിട്ടില്ലേ? എന്താ പറയാനുള്ളത്? ഇടക്ക് വരൂല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. നല്ല അഭിപ്രായം. ഉറക്കമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അതന്നെ. ഈ കൂട്ടായ്മയെ പറ്റിയിട്ട് എന്താ ഇവിടെ വന്നതിന് ശേഷം? മനസ്സിനൊരു നല്ല സന്തോഷവും എല്ലാ കാര്യത്തിലും ഉന്മേഷമുണ്ട്. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാന് നല്ല ആശ്വാസമാണ്, ശരീരത്തിന് നല്ല സുഖമാണ്, നല്ല സന്തോഷമാണ്.
എന്താ പറയുക? നല്ല എനർജിയാണ്. ഷുഗറൊക്കെ കമ്മിയായോ? കൺട്രോളായോ? നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? കൺട്രോളാണോ? എനിക്കൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പറാണ്. എന്താ മെക്സോനെ പറ്റി എന്താ പറയുള്ളത്? 2 സെറ്റുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ അവിടുന്ന് വരുന്നില്ലേ? സൂപ്പറാ. പെപ്പർ നെല്ലിക്ക ഈ പെപ്പർ നെല്ലിക്ക വേണ്ടവരൊക്കെ സെയിൽ ചെയ്യുന്നത് വേണമെങ്കിൽ വാങ്ങാം. എന്താ പറയാനുള്ളത്? മെക്സോന് വന്നിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞാണി. മെക്സോന് വന്നിട്ടുള്ള മാറ്റം, കൈ വേദന, അങ്ങനെ കൈ തുഞ്ചിക്കുക, അതിനൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ നമ്മളെ വെയിറ്റും കുറയുന്നുണ്ട്. വെയിറ്റ് പറഞ്ഞോ? അതിലേറുണ്ടായിരുന്നു വെയിറ്റ്? നടക്കാതെ അയച്ചിരുന്നപ്പോൾ നല്ല ഹോസ്പിറ്റലിൽ ആ, അതാണ് വേണ്ടത്. നടക്കാൻ സഹായിച്ചില്ല. നിങ്ങളെ അഭിപ്രായം എന്താ മെക്സോന് വന്നിട്ടുള്ള? ചെയ്യാൻ കഴിയുന്നുണ്ടോ എല്ലാ എക്സസൈസും? നിങ്ങൾക്ക് എങ്ങനെ മെക്സോന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ? 2 ദിവസമായിട്ടുള്ളൂ. ആ, ശരിയാവും. നല്ലതാണ് അഭിപ്രായം, നല്ല അഭിപ്രായം. കുഴപ്പമില്ല. അങ്ങനെ ഒരു വർഷമായി വരില്ല. ഭയങ്കര നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് നമ്മൾ 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ 1950 ജനിച്ചത് നമ്മുടെ സുമതി ചേച്ചിയാണ്. സുമതി ചേച്ചി 16/12/1950. അതായത് ഈ 16-ാം തീയതി 75 വയസ്സ് പൂർത്തിയാവാണ്. ജനിച്ച ആരെങ്കിലും ഉണ്ടല്ലേ? 51 ജനിച്ചവരുണ്ടാ? എത്ര പേരുണ്ട്? ഇതാ നമ്മളെ സുബൈദാത്ത മുന്നോട്ട് വരികയാണ്. നാട്ടുമ്പത്തടി സുബൈദാത്ത. സുബൈദാത്ത നമ്മളെ ജൂൺ 1951, അതായത് 6 മാസം കൂടി ആയാലും 75 വയസ്സ് പൂർത്തിയാ. നല്ലൊരു ക്ലാപ്പ് ചെയ്യും. അപ്പൊ നമ്മളെ സൂറാബുത്താത്താണ് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരുന്നത്. ഏറ്റവും ചെറിയ കുട്ടിക്കുള്ള ഗിഫ്റ്റ് നമ്മളെ സൂറാബുത്താത്ത കൊടുക്കുന്നതാണ്. പിന്നാലെ കാണാനും അറിയാനും വരുന്നത്. നല്ലൊരു ക്ലാപ്പ് ചെയ്യും കേട്ടോ. നല്ല കയ്യടി എടുക്കണ്ടാണ്. എല്ലാരും വീട്ടിൽ ഉറങ്ങി കിടക്കുമ്പോ ഈ 75 വയസ്സിന് ഇവിടെ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കയ്യടി കൊടുക്കും. വയസ്സ് വെറും നമ്പറാണെന്ന് തെളിയിച്ചത് നമ്മളെ സുബൈദാത്തയാണ്. സുമതി ചേച്ചി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇത് പോരെ? അതന്നെ. ഈ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണം. അപ്പൊ ഉത്തരവാദിത്തമുള്ള ഒരു ട്രെയിനർ ആയിരിക്കണം. ഓക്കെ. സൽമ നമ്മളെ ട്രെയിനറും കോർഡിനേറ്ററുമായ സെൽമത്തയാണ്. സെൽമത്താക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സുഹറ ജൂബിലി. ഞാൻ ലിഫ്റ്റ് കിട്ടിട്ട് വരണം. നമ്മളെ കോർഡിനേറ്ററും ട്രെയിനറുമായ സെൽമത്താക്ക് സൂറത്താത്ത ഗിഫ്റ്റ് കൈമാറുകയാണ്. ഡെയിലി മുടങ്ങാതെ വരുന്ന ഒരു ട്രെയിനറാണിത്. കൊടുക്കുന്നത് വരെ കൈയടിക്കാൻ നല്ലൊരു കൈയടി കൊടുക്കുക. റമലാനിൽ നമ്മളെ ട്രെയിനറായിട്ട് വന്നത്. പിന്നെ ഇനിയിപ്പോ ട്രെയിനർ ഇതിൽ ആരാന്ന് വെച്ചാൽ ആരുമല്ല, എന്നാൽ എല്ലാം ആണ്. അങ്ങനെ ഒരാളും കൂടി നമ്മളെ കൂട്ടത്തിലുണ്ട്. കാരണം നമുക്ക് ട്രെയിനറോ കോർഡിനേറ്ററോ ഒന്നുമല്ല. നമ്മളെ മെച്ചം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ആവശ്യത്തിനും നമുക്ക് പാലിയേറ്റീവില് നമ്മള് ചാരിറ്റിന്റെ പൈസ കൊടുക്കാനാണെങ്കിലും ട്രെയിനർമാർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ വിളിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ എന്നും നമ്മളെ കൂടെ വണ്ടി എടുത്തിട്ട് നമ്മൾ എവിടെ പറയുന്ന വെച്ചാൽ അവിടെ പോയിരുന്ന ഒരാളുണ്ട്, ഷെമീറ മാട്ടുമത്തൊടി. നമ്മളെ ഷെമീറ മാട്ടുമത്തൊടിക്ക് നമ്മളെ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കാണ്. നെക്കാനുള്ളിടത്തോളം കാലം വണ്ടിയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊടുക്കാൻ നമ്മൾ സീനത്ത് വരിപ്പാടിനെ ക്ഷണിക്കുന്നു. എന്റെ കപ്പ് ഉമ്മർക്കാക്കുള്ളതാണ്. ഓക്കെ, എല്ലാവരും നല്ലൊരു കയ്യടി അടിക്കാം. മാഷാല്ലാ, പഠിച്ച ഹയറാക്കട്ടെ എല്ലാവർക്കും. എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കളിച്ച് വരുന്ന കാണുമ്പോൾ തോന്നും തിയേറ്ററിൽ നല്ല കോമഡി ഫിലിം കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ തോന്നും. എല്ലാവരും നല്ല സന്തോഷത്തിലായി. പോണ പോക്ക് എവിടേക്കാണെന്നറിയോ? ഒലിവിൽ സൂപ്പർ മാർക്കറ്റിൽ പോക്കാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ചിരിച്ച മുഖമല്ലാതെ ആരുടെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും നല്ല സന്തോഷമാണ്. ജമ്പിംഗ് ജാക്സിൽ തുടങ്ങുന്നേ, ക്ലാപ്പ് കൊട്ടിപ്പിരിയുന്നേ, സൈഡ് വെല്ലും 25 വയസ്സുള്ള ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ജമ്പിംഗ് ജാക്സിൽ തുടങ്ങുന്നേ, ക്ലാപ്പ് കൊട്ടിപ്പിരിയുന്നേ, സൈഡ് വെല്ലും സെറ്റിങ്ങും 21
പുലരി പുഞ്ചിരി കണ്ടാട്ടെ ജമ്പിങ് ജാക്സിൽ തുടങ്ങുന്നേ ക്ലാപ്പ് കൊട്ടിപ്പിരിയുന്നേ സൈഡ് ബെൻഡും സിറ്റിങ്ങും പോലെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ കോർത്തെടുത്ത മിക്സവെന്നാരോഗ്യകരം ലളിത സുന്ദര സ്വീകാര്യം പുലരി വിടർന്നൊരു നേരത്തെ നടന്നിടാൻ വന്നാട്ടെ മിക്സവൻ ഹെൽത്ത് ക്ലബിൽ ചേർന്ന് പുലരി പുഞ്ചിരി കണ്ടാട്ടെ. എന്താ മാക്സിമം വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പറഞ്ഞാൽ നിങ്ങൾ?